ഞാൻ നിങ്ങളുടെ സ്വന്തം മനീഷ് ആനിക്കാട്. ഞാനിപ്പോൾ നിൽക്കുന്നത് വാരൂര് എരുമത്തല ഒരു അമ്മയുടെയും മകളുടെയും ഒരു ദുരവസ്ഥ ഒന്ന് നിങ്ങളെ അറിയിക്കണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഡോൺ വെറി ന്യൂസ് എത്തിയിരിക്കുന്നത്. കാരണം ഒരു അമ്മയ്ക്കും മകൾക്കും നീതി നിഷേധിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒന്ന് വീട്ടോട്ടുള്ള സാധനങ്ങൾ, അത് ഗ്യാസ് കുറ്റി ആയിക്കോട്ടെ മറ്റേത് സാധനങ്ങളും ആയിക്കോട്ടെ, ഒന്ന് വീട്ടിലായിട്ട് സുരക്ഷിതമായി ഒന്ന് കൊണ്ടുവരണമെങ്കിൽ ഇവർക്ക് വളരെയധികം പാടുപെടുകയാണ്. ആ അമ്മയുടെയും മകളുടെയും ദുരവസ്ഥ നിങ്ങളുമായി ഒന്ന് പങ്കുവയ്ക്കുകയാണ് ഡോൺ വെറി ന്യൂസ്. ഇത് എരുമത്തല വാഴൂര് കൊടുങ്ങൂർ പഞ്ചായത്തിലെ 18-ാം വാർഡിലാണ് ഞാൻ താമസിക്കുന്നത്. പുതിയ റോഡുണ്ടാക്കി എനിക്ക് വീട്ടിലോട്ടിറങ്ങാൻ 10 അടി വീതി വഴി പഞ്ചായത്തിന് കൊടുത്തിട്ടാണ് എനിക്ക് സ്ഥലം തന്നത്. ഇപ്പം 10-ന് 14 അടി എടുത്തിട്ടും എനിക്ക് വീട്ടിലോട്ടിറങ്ങാൻ ഒരു പുഴ പോലും ഇല്ല, ഒരു സ്റ്റെപ്പ് പോലും ഇല്ലാതെ ഇട്ട് തന്നേച്ചാണ് പണിയാരിട്ടേച്ച് ചോദിക്കുന്നത്. മെമ്പറോട് ചോദിക്കുമ്പോൾ മെമ്പർ പറയുന്നത് പ്രമീള വീട്ടിൽ പോകും, പ്രമീള ഒന്നും പറയണ്ട, പ്രമീളയ്ക്ക് പറയാൻ ഒന്നുമില്ല, പ്രമീള പൊക്കോ. ആ പരാതി പ്രസിഡന്റിന് കൊടുത്തു. പ്രസിഡന്റ് വാങ്ങിച്ചിട്ട് പറയുന്നത് പ്രമീള 2 മാസം കൂടെ കഴിയും, സെപ്റ്റംബർ 5-ഓ 10-ഓ കഴിയും മണ്ണിട്ട് ലെവലാക്കി വരാൻ. അത് ശരിയായ കാര്യമാണോ എന്ന് ഞാനും ചോദിച്ചില്ല. കൊച്ചുടനെ ഫോൺ വിളിച്ച് ചോദിച്ചപ്പം കൊച്ചിനോട് പറഞ്ഞ് അത് നീ ആരാ എന്നോട് സംസാരിക്കുക, നീ ആരാടാ സംസാരിക്കുന്നത്. അങ്ങനെ പിന്നെ പഞ്ചായത്തിൽ പരാതി സെക്രട്ടറിക്ക് കൊടുക്കാൻ ചെന്നപ്പോൾ സെക്രട്ടറി അത് വാങ്ങിക്കാതെ തിരിച്ച് ഞങ്ങളെ വിട്ടു. ഇതിൻ്റെ പരാതിയുടെ പേപ്പർ ജില്ലയിലും കൊടുത്തിട്ടുണ്ട്, ജില്ലാ പഞ്ചായത്തിൽ കൊടുത്തു, മന്ത്രിക്ക് അയച്ച്. ഇതിന് എല്ലാ വഴികളും ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇതിനൊരു നീതി കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഞാൻ രാവിലെ ഇവിടുന്ന് 7:20 ആകുമ്പോൾ ഞാനും എൻ്റെ പെൺകൊച്ചും മൂലപ്പിടിയെ ചെന്ന് ബസ് കയറി പോകും. കൊച്ചു കോളയും ഇപ്പോൾ ചങ്ങനാശ്ശേരി പെരുന്ന്. ഞാൻ നെടുങ്കുന്നം ഗവൺമെൻറ് സ്കൂളിൻ്റെ വാതിക്കെ ലോട്ടറി വിൽക്കുന്ന പ്രമീള എന്നാണ് എൻ്റെ പേര്. ഞാൻ അവിടെ നിൽക്കും. പോയി കഴിഞ്ഞ് 1 മണിക്കൂർ അല്ലെങ്കിൽ 2-3 മണിക്കൂർ കഴിയുമ്പോൾ എനിക്ക് ഫോൺ കോളാണ് പല പോലീസ് സ്റ്റേഷനിൽ നിന്നും. ഞാൻ 10 മണിയാകുമ്പോൾ ചെല്ലുന്നത് എൻ്റെ പട്ടിയിട്ട് ഓടിച്ച് കടിച്ചു, ഗർഭിണിയെ കടിച്ചു. എനിക്കില്ലാത്ത കുറ്റമൊന്നുമില്ല. എൻ്റെ വീട്ടിൽ ആര് വന്നാലും അവരെ ചീത്ത വിളി, ബഹളം, വീഡിയോ പിടുത്തം, അവരുടെ കുടുംബചരിത്രം മൊത്തം തിരക്കുക എൻ്റെ അയലോക്കംകാരുടെ പണി. എനിക്ക് ഇനി മടുത്തുകൊണ്ടാണ് ഞാൻ ഈ പരിപാടി ചെയ്യുന്നത്. ഈ ലോകം ഒട്ടാകെ അറിയട്ടെ ഒരമ്മയും മോളെയും ചെയ്യുന്ന ഉപദ്രവങ്ങൾ. മെമ്പറും പ്രസിഡന്റും സെക്രട്ടറിയും അവർക്ക് കൂട്ട്. താഴേന്ന് ഒരു കേസ് കൊടുത്ത് ഇങ്ങോട്ട് വന്നാലുടനെ പട്ടിക്കേസായിട്ട് തള്ളുക. എൻ്റെ പട്ടിക്കൂടി ഈ പ്രദേശത്ത് എവിടെയാലും ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതിനെനിക്ക് മറുപടി കിട്ടണം. എൻ്റെ പട്ടി എൻ്റെ കഥകയിൽ കൊച്ചു കിടക്കുന്ന കട്ടിലേൽ പൂട്ടിയിട്ടിരിക്കുന്നു. എൻ്റെ പട്ടിയെ ഞാൻ പുറത്തിറക്കി മൂത്രം ഒഴിക്കാൻ മാത്രം ഉണ്ടാക്കുക, അതിനെ അപ്പിയിടാനും. ഈ 2 കാര്യത്തിൽ ഞങ്ങൾ ഇറക്കുന്നില്ല, ഞങ്ങളുടെ പട്ടിയെ പുറത്തിലോകം കാണിക്കുന്നില്ല. എന്നിട്ടും ഞങ്ങൾക്ക് പട്ടിക്കേസാക്കി ഞങ്ങളെ എല്ലാ വിധത്തിലും ഞങ്ങൾക്ക് ഭീഷണി തന്നുകൊണ്ടിരിക്കുക. എനിക്ക് എൻ്റെ പെങ്കൊച്ചിനും ജീവിക്കണം. ഈ കോട്ടയം ജില്ല, ഈ എരുമത്തല എനിക്ക് ജീവിക്കണം. മരിക്കുന്നവരെ എനിക്ക് ഇതിനകത്ത് കിടക്കണം. ഈ വഴി എത്രയും പെട്ടെന്ന് തുറന്നു തരാനുള്ള മനസ്സ് മന്ത്രിമാരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നേ പറ്റൂ. ഒരു വിധവയാണ് ഞാനൊരു വിധവയാണ്. എൻ്റെ പെങ്കൊച്ച് കോളേജിൽ പഠിക്കുന്നത്, അല്ലെ അവളോട് ചോദ്യം. വിഷമം കൊണ്ടാണ് ഇപ്പം ഇത് ഇങ്ങനെ ചാനലിൽ ഇടുന്നത്. അനുഭവിച്ച് 3 വർഷം കൊണ്ട് ഇവിടെ വന്നപ്പോൾ തൊട്ട് പോലീസ് സ്റ്റേഷൻ കയറാത്ത ഒന്നുമില്ല. എൻ്റെ വീടിൻ്റെ കല്ലേറ് കഥകിൻ്റെ മുട്ട് രാത്രി. എനിക്ക് രാത്രിയിലൊന്ന് ബാത്റൂമിൽ പോകാൻ ഇറങ്ങാൻ പറ്റിയല്ല. ഈ വഴിയിൽ നിരന്നാവണങ്ങൾ ഇരിക്കുക, നിരന്ന് ഈ കയ്യാലയിലൊക്കെ ഇരിക്കും വന്ന് മതിലേൽ. ഞങ്ങൾ പലയിടത്തും പരാതി കൊടുത്തിട്ട് ഞങ്ങൾക്ക് നേടാഞ്ഞിട്ടാണ് മെമ്പർ സൈഡാണ് അവർക്ക്. ഞങ്ങൾ മെമ്പറിനെ വിളിച്ചാണ് പ്രമീളമുണ്ടാകും വീട്ടിൽ കയറിപ്പോ, പ്രമീളമുണ്ടാകും വീട്ടിൽ കയറിപ്പോ. ഈ നാട് മുഴുവൻ അറിയുന്ന രീതി പ്രശ്നങ്ങളുണ്ടായാലും അവരനങ്ങുകയില്ല, അവർക്ക് സപ്പോർട്ട്. നേരം വെളുത്ത് കണി കാണുന്ന ബ്രാൻഡി കച്ചവടക്കാർ വീട്ടിൽ വരിക. ഇത് സജിയുടെ വീണാണെന്ന് ചോദിച്ചുകൊണ്ട് വരെ വന്നിട്ടുണ്ട്. ഞാൻ ആരോടും പറയാത്തത് എൻ്റെ വേദന കൊണ്ടാണ്. എനിക്ക് ഒരു പെങ്കൊച്ചിനെയും ജീവിക്കണം ഇവിടെ. ഇത് ലോകം മുഴുവൻ കാണണം, കണ്ടിട്ട് എനിക്ക് സമാധാനം തരണം. ഞങ്ങൾക്ക് ഇവിടെ പഞ്ചായത്ത് വഴി ഉണ്ടായിരുന്നത്
അത് വാർക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും കൂടി വാർക്കാൻ ഇതിന് മൊത്തത്തിൽ പൊതുവായിട്ട് വഴിയെടുക്കാൻ വേണ്ടിയിട്ട് വാർക്കാൻ വേണ്ടിയിട്ട് ഇത് ചെയ്തു. വാർത്തു. പക്ഷെ പാതി വഴി വരെ വാർത്തിട്ടുള്ളൂ. ഇവിടം വരെ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ച് കെട്ടി വെച്ചേക്കുക. ഞങ്ങൾക്ക് വീട്ടിലോട്ട് ഇറങ്ങാനുണ്ടായിരുന്ന ആ വഴിയും കൂടെ ഇവരടച്ച് കെട്ടി വെച്ചേക്കുക. ഇത് 2 സൈഡിലും കമ്പിയാണ്. അവിടെ ആണെങ്കിലും കമ്പി, അതിൻ്റെ തൊട്ടപ്പുറയിലാണെങ്കിലും കമ്പി. ഞങ്ങൾ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 കമ്പി അടിക്കാത്ത തന്നെ ഇരിക്കും. ആ കാല് വെക്കുന്ന ചോട്ടിലും കമ്പിയാണ്. ഞങ്ങളിത് മെമ്പറിനോട് പറയുകയും പ്രസിഡൻറ്റിനോട് പറയുകയും സെക്രട്ടറിയോട് പറയുകയും എല്ലാവരോടും പറഞ്ഞു. പറയാനിടത്തെല്ലാം ചെന്ന് പറഞ്ഞു, കംപ്ലൈൻറ്റ് കൊടുത്തു. എന്നിട്ടൊന്നും ഒരു കാര്യമില്ല, ഒരു നടപടിയില്ല. ഇവർ ഞങ്ങളെ കളിയാക്കി പറഞ്ഞു വിടുക. ഞങ്ങൾ സെക്രട്ടറിയോട് പറയുന്നു, പ്രസിഡൻറ്റിനോട് പറയുന്നു, എല്ലാവരോടും പറയുമ്പോഴത്തേനാ ശരി അന്നേരം കേൾക്കും. എന്നിട്ട് നിന്നെ നാണം കെടുത്തു, അത്രയും പേരുടെ മുന്നേ വെച്ച് ഞങ്ങളെ നാണം കെടുത്തു. അല്ലാതെ ഒരു നടപടി ഇതിനെടുത്തിട്ടില്ല. ഇത് മാർച്ചിൽ തീർത്തിട്ട് പോയ സാധനമാണ്. ഇതുവരെയായിട്ട് ഇനി ഇപ്പോൾ ചോദിച്ചു ചെല്ലുമ്പോഴത്തേന് 2 മാസം കഴിഞ്ഞിട്ട് ചെയ്യാൻ നോക്കാം. ഇതിനകത്ത് മണ്ണ് ഫില്ല് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് സ്റ്റെപ്പ് ഇട്ടാൽ മതി ഞങ്ങൾക്ക് കയറിപ്പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ വെല്ലോറേം പറമ്പിൽ കൂടെ ഇറങ്ങിപ്പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം അതും പറ്റത്തില്ല. ഇപ്പോൾ കൈതത്തോട്ടത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്തൂടെ ഞങ്ങൾക്ക് എത്ര കാലം പോകാൻ പറ്റും? ഇപ്പോൾ പാമ്പിൻ്റെ എല്ലാം 8 കളിയാണ്. അപ്പോൾ ഇതിനകത്തൂടെ അല്ലേ ഞങ്ങൾക്ക് പോകേണ്ടത്. ഞങ്ങളുടെ ഉണ്ടായിരുന്ന വഴിയാണ് ഈ അടച്ചു മൂടി കെട്ടി വെച്ചേക്കുന്നത്. ഞങ്ങൾക്കൊരു ന്യായമായിട്ടുള്ള കാര്യം ഞങ്ങൾ പറയുന്നത്, അതുപോലും കേൾക്കാൻ ആളില്ല. നീതി നിഷേധം എന്നത് സമൂഹത്തിൽ അടിച്ചമർത്തപ്പെട്ടവരുടെയും പാർശ്വവൽക്കരിക്കപ്പെടുന്നവരുടെയും ജീവിതത്തെ തകർക്കുന്ന ഗൗരവമേറിയ ഒരു വിഷയമാകുമ്പോൾ നിയമപരമായ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയാണ് ഈ കുടുംബത്തിന്. നമുക്കറിയാം, റോഡ് കോൺക്രീറ്റ് ചെയ്തപ്പോൾ അവരുടെ വീട്ടിലോട്ടുള്ള വഴി അവർക്ക് പൂർണ്ണമായും നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. എന്നാൽ ഒരു ബന്ധപ്പെട്ട പല അധികാരികളെയും കണ്ടു, പല വാതിലുകളും കയറി ഇറങ്ങി നോക്കിയിട്ടും യാതൊരു നടപടിയും ഉണ്ടാകാതെ വന്നപ്പോഴാണ് ഞങ്ങളെ അവർ സമീപിച്ചത്. ഞങ്ങൾ അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഇങ്ങനെയും ആളുകളൊക്കെ ഇപ്പോൾ താമസിക്കുന്നുണ്ടല്ലോ, അല്ലെ ഇങ്ങനെയും ഒരു ദയനീയാവസ്ഥയിൽ താമസിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ എന്നാണ് ഞങ്ങൾ അവരോട് ചോദിച്ചത്. എന്നാൽ അവരുടെ ഭർത്താവ് മരിച്ചുപോയി. യാതൊരു രീതിയിലും ആരും സഹായിക്കുന്നില്ല. സ്വന്തം നാട്ടുകാർ തന്നെ അവരെ കല്ലെറിയുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം 6 മണി കഴിഞ്ഞാൽ അവരുടെ മാനത്തിന് പോലും വില പറയുന്ന ആൾക്കാരാണ് അവിടെ ഉള്ളത് എന്നാണ് നമ്മളോട് അവർ പറഞ്ഞത്.